നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഡെൻ കെയർ എന്ന ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡെന്റൽ ലാബിൻ്റെ ഉടമയുടെ ജീവിത കഥയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് ഏറ്റവും അധികം ദുരിതങ്ങളും ഏറ്റവും അധികം ദാരിദ്ര്യവും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളും എല്ലാം അനുഭവിച്ച് വന്നതാണ്. ഒരിക്കലും ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകില്ല എന്നാണ് കണ്ടു നിന്നവരെല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ പരിശ്രമവും കൊണ്ട് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളൊന്നിൻ്റെ ഉടമയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സാറിനൊരു ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു നല്ല നിലയിലെത്തിയപ്പോൾ അച്ഛൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ആദ്യമായി ചെയ്തു കൊടുത്തൊരു കാര്യം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടിയ കാര്യം ഞാനെന്ന് പറയട്ടെ. അമ്മ ഇങ്ങനെ എന്നോട് അമ്മ പ്രാർത്ഥനായോഗത്തിന് പോയി തുടങ്ങിയല്ലോ. ഞാൻ SLC കഴിഞ്ഞിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുമല്ലോ, ഫസ്റ്റ് ക്ലാസ് മാർക്ക് വേണം, 360. എനിക്ക് 251 ഉള്ളൂ. പ്രൈവറ്റിൽ പഠിക്കാൻ വേണമെങ്കിൽ 15 രൂപ വേണം, 15 പൈസ പോലും ഇല്ല. ഞാനിങ്ങനെ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ മോനെ ഒന്ന് പ്രാർത്ഥനായോഗത്തിന് പോകാം. അമ്മ പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥനായോഗത്തിന് പോയി. അതിനു മുമ്പ് ഞാൻ ഓർത്തിട്ടുണ്ട്, ആത്മഹത്യക്ക് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും മരിച്ചിരുന്നെങ്കിൽ ജീവിക്കാൻ താല്പര്യമില്ല. കാരണം പഠിക്കാൻ പറ്റൂല്ലോ എന്നുള്ള, പഠിക്കാൻ വലിയ ആഗ്രഹം, പഠിക്കാൻ പറ്റൂല്ലോ എന്നുള്ള ചിന്ത. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വയലക്കത്തുള്ള ഒരാൾ വണ്ടിക്കൂലിക്ക് പൈസ തന്നു. ആദ്യമായിട്ട് പ്രാർത്ഥനായോഗത്തിന് പോയി. പ്രാർത്ഥനായോഗത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഈ പ്രസംഗകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ടു വന്നിട്ടുണ്ടോ? ഞാനോർത്ത്, ഈ മനുഷ്യൻ എങ്ങനെ എൻ്റെ കാര്യം അറിയണേ? അതേ ഒരു പ്രൊഫസറാണ്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക സാറേ. അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനസ്സറിഞ്ഞ ജീവിതത്തിൽ പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുക്കൂ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എന്ത് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഒരിക്കലും പുകവലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, ഒരു ചീത്തക്കാര്യത്തിൽ ഒരു ഇന്നത്തെ ആളുകൾ പറയുന്ന മാതിരി പ്രേമ പരിപാടിയൊന്നും നമുക്കത് നോക്കാൻ പോലും, താഴേക്ക് മാത്രം നോക്കി നടക്കുന്ന ആളുകൾ ഒരു അവസ്ഥ. സിനിമ പോലും കണ്ടിട്ടില്ല, ആകെ സ്കൂളിൽ നിന്ന് കൊണ്ട് ഒരു സിനിമ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചിന്ത, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ആൾ, ഞാൻ നല്ലവനായ മനുഷ്യൻ, ഞാനിപ്പം മരിച്ചാൽ സ്വർഗം ഉണ്ടെന്നുള്ള ചിന്തയില്ല, എന്നാലും ഒരു പുണ്യവാൻ, ഒരു നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ചിന്ത. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് ഞാൻ പറയുക. എൻ്റെ മനസ്സിൽ ആ ചിന്ത വരുമ്പോൾ ഇദ്ദേഹം പ്രസംഗത്തിലൂടെ ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾ പുറമേ പാപമൊന്നും ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ അകം എങ്ങനെയുണ്ട്? ഒരു ശവക്കല്ലറയുടെ അകം പോലെയല്ലേ? പുറമെ സീൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് കല്ലറയുടെ പുറത്തേക്ക് ദുർഗന്ധം വരുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ അശുദ്ധ ചിന്തയില്ലേ, മലിന വികാരങ്ങളില്ലേ, നിങ്ങൾക്ക് വാശിയില്ലേ, വൈരാഗ്യമില്ലേ, പകയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ വയനാട്ടിലൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റി വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രം വരില്ല, അയൽവക്കത്തുള്ള എല്ലാ സ്വന്തക്കാരുടെ വീട്ടിലും പോകും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത, ഞങ്ങളെ എല്ലാവരും തഴഞ്ഞേക്കുക, ഞങ്ങളെ ആർക്കും വേണ്ടല്ലോ. അതുകൊണ്ട് എന്താണെങ്കിലും പഠിച്ചു വളർന്നു വരുമ്പോൾ ഇവരോടൊക്കെ പകരം വീട്ടണമെന്നുള്ള ഒരു വൈരാഗ്യ ചിന്ത, ഇതൊന്നും തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, അന്ന് 15ാമത്തെ വയസ്സിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആഹ്വാനം ചെയ്തു, നിങ്ങൾ ജീവിതത്തിൽ പുതിയ തീരുമാനമെടുക്കൂ, ജീവിതം മുഴുവനായി ക്രിസ്തുവിന് സമർപ്പിക്കൂ. ഞാൻ അന്ന് വ്യക്തമായൊരു തീരുമാനമെടുത്തു, മനസ്സറിഞ്ഞൊരിക്കലും ഒരു തെറ്റിലേക്ക് പോവില്ല, ഒരു പാപം വരില്ല, ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനമെടുത്തു, ജീവിതം ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തു. തിരികെ വന്നപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതി മാറുന്നില്ലല്ലോ. പിതാവിൻ്റെ ഭ്രാന്ത് മാറി തന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, വീണ്ടും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അപ്പോഴത്തേക്ക് ജോലിക്ക് പോയില്ല. അപ്പം അന്നേരം വേറെ, അന്നത്തെ കാലത്ത് വേറെ എന്ത് ജോലി ചെയ്യണേ? എന്നോട് പിതാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് റബ്ബർ വെട്ട് പഠിച്ചോളാൻ പറഞ്ഞു. കോളേജ് വിടാൻ മാർഗ്ഗമില്ലല്ലോ. ഞാൻ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിക്കുക. അന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം പ്രീ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് നിർമ്മല കോളേജിൽ പോകണ കാണുമ്പോൾ എനിക്ക് കൊതിയാവും. എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹം, മാർഗ്ഗമില്ലല്ലോ. ഞാൻ ഒരു തോർത്തുകൊണ്ട് കൊടുത്ത്, ഒരു തോർത്തുകൊണ്ട് തലയെക്കെട്ടൊക്കെ കെട്ടി ഞാനിങ്ങനെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏങ്ങലടിച്ച് കരയും, സങ്കടം. അവരൊക്കെ പോണ കാണുമ്പോൾ, എൻ്റെ ദൈവമേ, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ഒരു ജോലി തരുമോ? ഞാൻ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴയിൽ ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. ജോലി സാറ് കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും പറയാം, തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രം കഴുകി വയ്ക്കുക. എൻ്റെ യജമാനൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ പാത്രം കഴുകി വയ്ക്കാൻ. പക്ഷെ ഞാനതൊക്കെ കഴുകി വയ്ക്കുമ്പോൾ എനിക്കൊരു ഒരു പദവി കിട്ടണ മാതിരിയാണ്. എനിക്ക് സന്തോഷം അതൊക്കെ ചെയ്യണേ. കാരണം ഞാൻ ഒരിക്കലും ജോലി കിട്ടാൻ അർഹതയുള്ള മനുഷ്യനല്ലോ. മണിക്കൂറിൽ ഒരു പ്രാവശ്യം വെച്ച് വാഷ്റൂം കഴുകണം,
അങ്ങനെയൊക്കെ. പിന്നെ ചായ മേടിച്ചു കൊടുക്കണം. പേഷ്യൻസ് ഈ ദന്താശുപത്രിയല്ലേ തുപ്പിയിട്ടിരിക്കുന്ന ഈ കോട്ടണും ചോര പുരണ്ട അത് പല്ലിൻ്റെ അതൊക്കെ കൊണ്ട് വേസ്റ്റ് ബിന്നിലിടണം. ഇത്രേ ജോലിയുള്ളൂ. 8 മുതൽ 5 വരെ ജോലി സമയം. ഞാൻ മിക്കപ്പോഴും ഞാനൊരു 6:30 മണിയാകുമ്പോൾ ജോലിക്കെത്തും. കാലത്തെ എല്ലാ ജോലിയും നേരത്തെ തീർക്കും. ഒരു പക്ഷേ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എൻ്റെ യജമാനൻ ഡോക്ടർ റിജി മാത്യു എന്നെ വെപ്പുവല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. അന്നത്തെ എൻ്റെ ഒരു മാസത്തെ ശമ്പളം 250 രൂപയാണ്. ഒരു മാസം. സാറ് ചോദിച്ച ചോദ്യം, ഈ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്നല്ല ചോദിച്ചല്ലോ. ഞാനൊരു 2-3 മാസത്തെ ശമ്പളം കൂട്ടി വെച്ച് എൻ്റെ അമ്മയ്ക്ക് 1 പവൻ്റെ ഒരു മാല മേടിച്ചു കൊടുത്തു. അമ്മ ഇതൊക്കെ ഒരു ചരടായിരുന്നു അമ്മ കെട്ടിയായിരുന്നു ഇവിടെ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചട്ടയും മുണ്ടും ഇല്ലായിരുന്നല്ലോ, ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. എൻ്റെ ചാച്ചനെ ഞാൻ വിളിക്കുന്നത്, എൻ്റെ ഫാദറിന് ഒരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഒരു ഷർട്ടും മേടിച്ചു കൊടുത്തു. വേറെ ഒറ്റ പൈസ പോലും ഞാൻ ചിലവാക്കിയിട്ടില്ല. ചായ കുടിക്കാൻ പോലും ഒരു പൈസ ഞാൻ ഹോട്ടലിൽ കയറി ചിലവാക്കിയിട്ടില്ല ഒരിക്കലും. ആ കാലങ്ങളിൽ ഈ വെപ്പുവല് സെറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അന്നൊക്കെ ഒരു പല്ല് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പല്ല് ഒന്നുകിൽ പറിച്ച് കളയുക, പകരം എടുത്തു കഴിയണ പല്ല് വയ്ക്കുക. അല്ലെങ്കിൽ നല്ല പൈസയുള്ള ആൾക്കാർ സ്വർണ്ണപ്പല്ല് വയ്ക്കും. അല്ലെങ്കിൽ ഈ വെള്ളി കൊണ്ട് വെള്ളി കളറുള്ള അത് അമാൽഗം എന്ന് പറയണേ, മെർക്കുറി അമാൽഗം വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അത്ര പണമുള്ള ആളുകളാണെങ്കിൽ ക്രൗണും ബ്രിഡ്ജും. അന്ന് ഈ ഒരു മെറ്റൽ ക്രൗൺ കൊണ്ട് മെറ്റലും കൊണ്ട് ക്യാപ്പ് ഉണ്ടാക്കി മെറ്റൽ ക്രൗൺ എന്ന് പറയും. പിന്നെ ബ്രിഡ്ജ്, അത് മെറ്റൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലത്തെ പല്ലിന് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യും, അക്രലിക് എന്ന് പറയും. 4-5 കളറുകളേ ഉള്ളൂ. അത് ചെയ്തുകൊണ്ട് വരുന്നത് ഇന്ത്യയിൽ 2 സ്ഥാപനങ്ങളുള്ളൂ. 2 സ്ഥാപനമേ അതുള്ളൂ, നോർത്ത് ഇന്ത്യയിലും ഒന്ന് സൗത്ത് ഇന്ത്യയിലും. പകുതിക്ക് പകുതി പോലും പേഷ്യൻ്റെ വായി ഫിറ്റ് ആവില്ല. ഡോക്ടർ ഇങ്ങനെ വന്ന് മണിക്കൂറുകൾ ഗ്രൈൻഡ് ചെയ്യും. ഡോക്ടറെ കൈ പൊള്ളും. പേഷ്യൻ്റ് വായ പൊളിച്ചിരിക്കുമ്പോൾ ഇവിടെയെല്ലാം ഈ കൈക്കും കാലിനും ഒക്കെ നമുക്ക് വേദന വരില്ല, അതുപോലെ ഇവിടെ ഈ ജോയിൻറ്റിന് വേദന വരും. പേഷ്യൻ്റ് ഇങ്ങനെ വിഷമിക്കണം. എന്നാൽ ചില ദിവസം കൊണ്ടുവരുന്നവർക്ക് ഇങ്ങനെ ജസ്റ്റ് അങ്ങ് വയ്ക്കുന്നു. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത, ഇവരിത് ശരിയായിട്ടൊന്ന് ചെയ്തു കൊടുത്തായിരുന്നെങ്കിൽ. ചിലപ്പോൾ ഡോക്ടർക്ക് സങ്കടം വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക പോലും ഇല്ലെന്നേ. ഇത്രയും നേരം ഗ്രൈൻഡ് ചെയ്തൊക്കെ കഴിയുമ്പോൾ മടുക്കും ഡോക്ടർ. ചിലപ്പോൾ അത് വരാനായിട്ട് ഒരു മാസം അടുത്തൊക്കെ അന്ന് എടുക്കും. അപ്പോൾ അതെല്ലാം. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലൊരു ചിന്ത, എടാ ഇത് നല്ലതുപോലെ വേണമെങ്കിൽ ഇവർക്ക് ചെയ്യാമല്ലോ, ഇവരത് മര്യാദയ്ക്ക് ചെയ്യാഞ്ഞിട്ടല്ലേ. എന്നെങ്കിലും ഒരു കാലത്ത് ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണമെന്നൊരു ആഗ്രഹം. എൻ്റെ സാറേ, ആകെ 250 രൂപ മാസ ശമ്പളം. ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്താൽ 3000 രൂപ കിട്ടുള്ളൂ. ഒരു ഡെൻ്റൽ ലാബ് ആ കാലത്ത് ചെറിയ തോതിൽ തുടങ്ങണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ എൻ്റെ മനസ്സിലൊരു സ്വപ്നം. അത് ആരെങ്കിലും പങ്കിട്ടായിരുന്നോ സ്വപ്നം ആ സമയത്ത്? അങ്ങനെ ആരോടും പറഞ്ഞില്ല. പക്ഷെ ആ സ്വപ്നം ഉള്ളിൽ വലിയ ഒരു എങ്ങനെ സാധിച്ചെടുത്തേ പറ്റുള്ളൂ എന്നുള്ള തീവ്രമായ സ്വപ്നമായിരുന്നു. APJ പറയുന്ന പോലെ, നമ്മുടെ മുൻ പ്രസിഡന്റ് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ടല്ലോ, അദ്ദേഹം സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറങ്ങാൻ അനുവദിക്കാത്തതാണെന്ന്. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, ഉറക്കം പോയി. ഡെൻ്റൽ ലാബ് എങ്ങനെയും തുടങ്ങണം. ഞാൻ നോക്കിയപ്പോൾ ഒരു വിദ്യ, എന്താ ചെയ്യണേ, എങ്ങനെ പൈസ സമ്പാദിക്കും. അല്ല, അത് ഇത് മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അപ്പം മനസ്സിൽ? ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ ആകെ ഇത് ഈ മെറ്റൽ ഫ്രെയിം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു ഐഡിയ വേണം. പക്ഷേ പല്ലിൻ്റെ ഷേപ്പിൽ അത് വാക്സിനകത്ത് ഉണ്ടാക്കി ജസ്റ്റ് കാസ്റ്റിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഫർണസും കാര്യങ്ങളൊക്കെ മതി. ഇത് ഞാൻ പലപ്പോഴും ഈ ഡെൻ്റൽ ലാബിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ മോഡൽ കൊണ്ടു കൊടുക്കാനായിട്ട് പോകും. അപ്പം ഞാൻ അവർ ചെയ്യണതൊക്കെ കൗതുകത്തോടെ നോക്കി നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 20 ലക്ഷം രൂപ സമ്പാദിക്കാൻ എങ്ങനെ സാധിക്കും? പക്ഷെ ഞാൻ തളർന്നില്ല. ആ കാലങ്ങളിൽ അങ്ങ് പകൽ മുഴുവൻ എൻ്റെ മാതൃസ്ഥാപനത്തിൽ ജോലി ചെയ്യും. രാത്രി അങ്ങ് ദൂരെ നിന്ന് അങ്ങ് മൂലമറ്റം മുതലുള്ള ക്ലിനിക്കിൽ പോയി രാത്രി മുഴുവൻ ജോലി ചെയ്യും. ഞാൻ ആളുകൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 1 മണിക്കൂർ പോലും ഉറങ്ങാത്ത ദിവസമുണ്ട്. ചില ഞായറാഴ്ചകളിൽ മാത്രം 2 മണിക്കൂർ ഉറങ്ങും. അങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. എൻ്റെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നം, എങ്ങനെയും ഡെൻ്റൽ ലാബ് തുറങ്ങണം. ദൈവം തന്ന സ്വപ്നമെന്ന് ഞാൻ വിചാരിക്കുക സാറേ. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ 5-6 വർഷം കൊണ്ട്, ഏകദേശം 6 വർഷം കൊണ്ട് 4.25 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. കൃത്യമായി പറഞ്ഞാൽ 25,000 രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് 36% പലിശയ്ക്ക് എൻ്റെ ചേട്ടൻ എടുത്തു തന്നു.
15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. മാത്യു സാറ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാത്യു സാർ ലോൺ തന്നു. കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാനില്ല. ഞങ്ങളുടെ സ്ഥലം സർവേ നമ്പർ തെറ്റി കിടക്കുക, കുറച്ച് പാറക്കെട്ട് പോലത്തെ സ്ഥലമുണ്ട്. അവിടുന്ന് അയലൊക്കത്തുള്ള ആളുകളുടെ അടുത്ത് പോയി അവിടുന്ന് മേടിച്ചു. ചോദിച്ചു, ചേട്ടാ അമ്മയ്ക്ക് മുണ്ട് കൊടുത്ത ആളില്ലേ പ്രാർത്ഥനയ്ക്ക് പോകാൻ, അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇങ്ങനെ കൊളാട്രൽ സെക്യൂരിറ്റി വയ്ക്കാൻ ഒന്ന് ഇത് തരാമോ, ഒരു ഭൂമി തരാമോ. ഭാഗ്യം 2 അയലക്കംകാരാണ് കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാനായിട്ട് വസ്തു വന്നത്. അതൊരു ഭയങ്കര സംഭവമല്ലേ ശരിക്കും അതെ. ഇപ്പൊ പോലും നമ്മളാണെങ്കിൽ കൊടുക്കുമോ? ഞാനാണെങ്കിൽ കൊടുക്കൂല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ ചതിക്കൂല എന്നുള്ള ചിന്ത. അപ്പൊ അങ്ങനെ തന്നു. 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലോൺ എടുത്തു. ഇന്ത്യയിലേക്ക് ആദ്യത്തെ കാസ്റ്റിംഗ് മിഷൻ, സാറ് കേട്ടാൽ അത്ഭുതപ്പെടുമെന്ന്, 200% ഇമ്പോർട്ട് ഡ്യൂട്ടി. 7,90,000 രൂപ എടുത്ത് കാസ്റ്റിംഗ് മിഷൻ ആദ്യമായി ജർമ്മനിയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തേക്ക് വന്നു. അതൊക്കെ എങ്ങനെയാ? അതിനൊക്കെ വേണ്ട. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ് നിർത്തി, ഭാഷ ഒരു വലിയ പ്രശ്നമായിരിക്കും. കാരണം നമ്മൾ ഇടപെടുന്നത് വിദേശികളും ഒക്കെ ആയിട്ടാണ്. അപ്പൊ ആരാ ഇതിനൊക്കെ വേണ്ട ഒരു സാങ്കേതിക പരിജ്ഞാനം? സാറേ, അകത്താ തീ കത്തിയാണ്ടല്ലോ, ഭാഷയൊന്നൊരു പ്രശ്നമേ അല്ല. ഭാഷ സാറ് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്ഭുതപ്പെടും. ഇന്നും എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനൊന്നും അറിയില്ല. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ഇരുന്നിട്ട് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയും. അതെനിക്ക് ദൈവത്തിന്റെ കരുണ കൊണ്ട് സാധിക്കും. ഭാഷയുടെ കാര്യം പറഞ്ഞാൽ ഒരു കാര്യം സാറത് ഇതിൽ ഇടണമല്ലോ എന്ന് പറയപ്പെടില്ല. ഞാൻ ജർമ്മനി പോയൊരു കാര്യം, ജർമ്മനിയിൽ യാത്ര പോകും. അന്ന് ഇവിടെ ഈ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊന്നും ഇല്ലല്ലോ. എന്നാൽ ഫോർട്ട് കൊച്ചിയിൽ നേവിയുടെ എയർപോർട്ടേ ഉള്ളൂ. അവിടുന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് ഉണ്ട്. അന്ന് തുടങ്ങിയ സമയത്ത് മുംബൈ വരെ അതിന് പോകും. അവിടുന്ന് നേരെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകും. എല്ലാം കൂടി 25,000 മതി. അവിടുന്ന് പിന്നെ ട്രെയിനിന് പോവുകയാണെങ്കിൽ വളരെ ലെസ് എക്സ്പെൻസീവാണ്. പക്ഷേ ടാക്സി അന്നും വളരെ എക്സ്പെൻസീവാണ്. 5,000 രൂപ വേണം എനിക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പോകണമെങ്കിൽ. ഞാൻ സ്ഥിരം ഇങ്ങനെ ടാക്സിക്ക് പോകുമ്പോൾ 5,000 രൂപ എങ്ങനെയത് വഹിക്കണേ? ഞാൻ ഓർത്തു ട്രെയിൻ സ്റ്റേഷനിൽ ചെല്ലാം. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴല്ലേ പ്രശ്നം. ഇപ്പം നമ്മുടെ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ജർമ്മൻകാരൻ വരുവാന്നിരിക്കട്ടെ, അവിടെ വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രിവാൻഡ്രം മെയിൽ 11ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സായിപ്പിന് അറിയാം, ജർമ്മൻ ഭാഷ മാത്രമേ സായിപ്പിന് അറിയാവുള്ളൂ എന്ന് വിചാരിക്കണം. എനിക്ക് മുക്കി മൂളിയൊക്കെ ഇംഗ്ലീഷ് പറയാൻ അറിയാം. ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇംഗ്ലീഷ് അറിയാമെന്നല്ലേ. ഒരൊറ്റ എണ്ണത്തിന് ജർമ്മൻ ലാംഗ്വേജ് അല്ലാതെ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചോദിച്ചു മടുത്തതല്ലാതെ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ തിരിച്ച് കാറിൽ തന്നെ കയറി തിരികെ പോന്നു. പോന്നപ്പോൾ എനിക്കൊരു ആശയം മനസ്സിൽ, 100 വരെ എങ്ങനെ 10 വരെ എണ്ണാൻ പഠിക്കുവാണെങ്കിൽ 100 വരെ എണ്ണാൻ പഠിച്ചാൽ പ്രശ്നം തീരും. കാരണം സ്ഥലം എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കാം, പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ പഠിച്ചു. ടാക്സിക്കാരനോട് ചോദിച്ചു, ഇത് എയിൻസ് 1, എയിൻസ് 2, 3, 4, 5, അങ്ങനെ 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 വരെ എണ്ണി. 19, 20. അയിനുണ്ട് 20 എന്നാണ് പറഞ്ഞു. 20 കഴിഞ്ഞിട്ട് 1. അയിനുണ്ട് 20, 2 ഉണ്ട് 20, 3 ഉണ്ട് 20, 4 ഉണ്ട് 20, 5 ഉണ്ട് 20, 6 ഉണ്ട് 20, 7 ഉണ്ട് 20, 8 ഉണ്ട് 8 ഉണ്ട് 20, 9 ഉണ്ട് 20, 30. 30ആയി. പിന്നെ എളുപ്പമാണ്. 40, 50, 60, 70, 80, 90, 100. Ich bin Techniker of Kaufmann. അതെല്ലാം പറയും. ഇതൊക്കെ സാധിക്കും. ഗൂറ്റൻ മോർഗനും ഗൂറ്റൻ ടാഗും ഗൂറ്റൻ ആബൻറ്റും ഗൂറ്റൻ ആക്റ്റും ഒക്കെ നമുക്ക് പറയാൻ കഴിയുമല്ലോ, അവർ പറയും പോലെ. ചെറിയ വ്യത്യാസമൊക്കെ ആണ്. ഇതുമെല്ലാം വിഷയമാണോ? അങ്ങനെ ഞാൻ പിന്നീട് ഒരിക്കലും ഞാൻ ട്രെയിനിലല്ലാതെ പോയിട്ടില്ല, ടാക്സി വിളിച്ചിട്ടേ ഇല്ല. ഇതെല്ലാം ഞാൻ എന്തിനാണ് ഈ സമൂഹത്തോടൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പലർക്കും ഇത് പ്രചോദനമാകണം. അവർ ചിന്തിക്കണം എനിക്ക് സാധിക്കും. സാധിക്കില്ല എന്നുള്ള ചിന്ത ദൈവം തരില്ല. അത് തരുന്നത് ഏതെങ്കിലും പൈശാചിക ശക്തി തരുള്ളൂ. നല്ലത് അത് എന്തെല്ലാം പഠിക്കാനാണെങ്കിലും, ഏത് കാര്യം പഠിക്കാനാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതെല്ലാം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഇതെല്ലാം മെഷീൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്നായിരുന്നു വളർച്ച, അതോ വലിയ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നോ? അന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മെഷീൻ ഇറക്കാൻ വന്നപ്പോഴത്തേക്കും യൂണിയൻകാരെല്ലാവരും വന്നു. പക്ഷേ അതൊന്നും അന്നേരം നമ്മൾ ഗുസ്തി പിടിക്കാൻ പോകരുത്. നമ്മളെ സംബന്ധിച്ച് മുള്ളിലേ വീണാലും
ഇല മുള്ള വീണാലും മുള്ളിനാ കേടുക. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരെ മാറ്റി നിർത്തിയിട്ട് മക്കളെ ഞങ്ങൾ ഇറക്കിക്കോളാം, നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ തന്നോളാം, 1000 കൊടുക്കണമെങ്കിൽ 500 കൊടുത്തേച്ച് സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രോബ്ലം മേക്കേഴ്സ് ആവാതിരുന്നതാണ്. പ്രോബ്ലം സോൾവേഴ്സ് ആണെങ്കിൽ കാര്യം പറഞ്ഞു, അവർ വിട്ടു. അവർ പിന്നെ പ്രശ്നമാണ്, ഞങ്ങൾ തന്നെ അത് ഇറക്കി മെഷീനൊക്കെ കൊണ്ടുവച്ചു. പിന്നെ അതിൻ്റെ മാനുവലൊക്കെ ഉണ്ട്. പിന്നെ എത്ര സ്റ്റാഫ് ഉണ്ട്? ആദ്യം 6 സ്റ്റാഫേ ഉള്ളൂ. ഒരു ചെറിയ മുറി 290 സ്ക്വയർ ഫീറ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ. അവരാരെങ്കിലും ഇപ്പോഴും ഉണ്ടോ കൂടെ? പിന്നെ എല്ലാവരും ഉണ്ട്. അവർ അതിനകത്ത് എല്ലാവരും ഇല്ല, ചിലരെല്ലാം വേറെ ഫീൽഡിലൊക്കെ പോയി. പക്ഷേ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റാഫാണ് ബിജു, രണ്ടാമത്തെ സ്റ്റാഫാണ് സുനിൽ, പിന്നെ ഒരു വർഗീസ് ഉണ്ട്, അവരൊക്കെ കൂടെ ഉണ്ട്. പിന്നെ ബിജോയ് അവരുണ്ട് കൂടെ. അവർ അങ്ങനെ എല്ലാം നല്ല മനുഷ്യര്, അവരെല്ലാം കൂടെയുണ്ട്. അപ്പൊ സാർ ആദ്യം തൊട്ട് ഈ പറഞ്ഞ മനസ്സിലൊരു പെർഫെക്ഷൻ ഉള്ള പല്ലുകൾ എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതെ, തുടക്കത്തിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ സ്വന്തം മെഷീനിൽ? അന്നത്തെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ മാതിരി നമ്മളവിടെ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളവിടുത്തെ കിങ് അല്ലേ. നമ്മളവിടെ എല്ലാം ഭംഗിയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ എന്നും ഒരു ചിന്തയുണ്ട്, അതിനൊരു കാരണമുണ്ട്. ഞാൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോയി. എങ്കിലും പറയാം. എൻ്റെ സാറേ, ഞാൻ അന്ന് അവിടെ അറ്റൻഡറായിട്ടാണല്ലോ ചെല്ലണേ. എന്നെ ജോലിക്ക് വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു തന്നെയെന്നറിയോ, പുറത്തൊരു സ്റ്റൂൾ ഇട്ടേക്കും, ആ സ്റ്റൂളിൽ ഇരിക്കാം. ആ സ്റ്റൂളിൽ ഇടയ്ക്ക് ഒരു ഷൂ കൊണ്ടുവന്ന് ഷൂ ഊരിയിടും, അതിനവർക്ക് ഇരിക്കണം അവിടെ. എന്നിട്ട് ചെരുപ്പെല്ലാം എടുത്ത് അടുക്കി വയ്ക്കണം. പുറത്തായിരിക്കണ്ടേ ഞാൻ സ്ഥിരം. ബാത്റൂം കഴിയണം, പേഷ്യൻസ് അങ്ങോട്ട് കയറി പോകുമ്പോൾ എല്ലാം ചെയ്യണം. എപ്പോഴും തുടച്ചോളണം. അന്ന് സൈഡിൽ കൂടെ പോകുന്ന റോഡ് ടാർ ചെയ്തിട്ടില്ല. ഒരു വണ്ടി പോയാൽ അപ്പം തന്നെ ഈ ഹാൻഡ് റെയിലെ മുഴുവൻ പൊടിയാവും. എൻ്റെ പഴയ യജമാനൻ ഡോക്ടർ ജോജി കെ നൈനാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ പലതും പഠിച്ചു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു ചെറിയ പൊടിയുണ്ടെങ്കിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കോട്ടൻ്റെ പീസ് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അദ്ദേഹം ഈ ഹാൻഡ് റെയിൽ തുടച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പൊടി വരില്ലേ, അതിങ്ങനെ തുടയ്ക്കും. അദ്ദേഹം കോട്ടം വെച്ചിട്ട് വിളിക്കും, ജോൺ ഇവിടെ വരൂ. ഞാൻ പേടിച്ച് വിറച്ച ചെല്ലണം. കാരണം എൻ്റെ കൂടെ പഠിച്ച ധാരാളം പിള്ളേർ അവിടുത്തെ അന്ന് ക്ലിനിക്ക് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ്. 2-3 AC ഒക്കെ വെച്ച് നല്ല മനോഹരമായ ക്ലിനിക്കാണ്. അന്ന് എറണാകുളത്തൊക്കെ ഉള്ളൂ പിന്നെ ആ ടൈപ്പ് ക്ലിനിക്കുകൾ. കൂടെ പഠിച്ച പല കുട്ടികളും വെയിറ്റിംഗ് റൂമിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നിറഞ്ഞിട്ട് സ്റ്റെപ്പൊക്കെ ഇരിക്കുമായിരിക്കും. ഇങ്ങനെ തൂത്തുവെച്ച് ഈ കോട്ടം കാണിച്ചിട്ട് തുടച്ചോ, നമ്മളിന്ന് തുടച്ചോ. ഞാൻ തുടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പൊടി ഒന്നും അദ്ദേഹം ചോദിക്കും. തുടച്ചില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല, കാരണം ഞാൻ തുടച്ചിട്ടുണ്ടല്ലോ, നോണ പറയാനും പറ്റില്ല. ഞാനൊന്നും മിണ്ടില്ല. ഒരിക്കൽ ഞാൻ തുടച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ എന്നായി മെക്കാനിക്കായി പച്ചക്കള്ളം പറയുകയാണോ ജോണ്? ഇപ്പോഴും അദ്ദേഹം കൊണ്ടിട്ട് അദ്ദേഹം കേട്ടാൽ അദ്ദേഹത്തിന് ഓർമ്മ വരും. എന്താണെങ്കിലും ഞാൻ മണിക്കൂറിൽ 1 പ്രാവശ്യം വെച്ച് ഓടിപ്പോയി തുടയ്ക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഈ അന്ന് ചില വിഷമങ്ങൾ തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പലതും പഠിച്ചു. അദ്ദേഹം വളരെ ക്ലീനായിട്ടെല്ലാം, ഒരു കാറാണെങ്കിൽ കഴുകി തുടച്ചു കൊണ്ട് കിടക്കുന്നയാൾ, ക്ലിനിക്കിനകത്തല്ലേ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഓരോ മുക്കിലും മൂലയിലും പൊടി വരാൻ പാടില്ല. അങ്ങനെ ഒരു അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ആ ക്ലീൻനെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തന്നെയല്ല, അദ്ദേഹം ചെയ്യുന്ന വർക്കുകൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. ഇപ്പോഴും ഉണ്ടോ ഹോസ്പിറ്റലിൽ? ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിന് ക്ലിനിക്കുണ്ട്. നിയോ ഡെന്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കുണ്ട്. ഇപ്പൊ ഈ സാറ് അതിനുശേഷം ഈ പറഞ്ഞ പോലെ എന്താ ഒരു മുതലാളിയായി കഴിഞ്ഞപ്പം തൊഴിലാളികളോട് ഇതേ സമീപനമാണോ? ഞാൻ മുതലാളി ആയിട്ടില്ല, ഞാൻ ഇന്നും അതിൻ്റെ വേറൊരു വ്യത്യാസം. ഞാനും ഒരു ജീവനക്കാരനാണ്. കാരണം ഞാൻ ഇന്നും കാലത്തെ ചെന്ന് ഓഫീസിൽ ചെന്ന് പഞ്ച് ചെയ്തിട്ടാണ്, എൻ്റെ ജോലി കഴിഞ്ഞിട്ടാണ് വന്നത്. എങ്കിലും ഈ തുടയ്ക്കുന്ന ആളോട് ഇതുപോലെ ഇടയ്ക്കൊന്ന് തുടച്ചില്ല, അവരോട് വഴക്കുറയില്ല. പക്ഷേ ഒരു ഇതവിടെ കിടക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യണ കാര്യം, ഇപ്പം അവിടെ എവിടെയെങ്കിലും പൊടി ഒരു ടിക്കറ്റിൻ്റെ ഒരു പീസ്, അതല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ജോബ് കാർഡിൻ്റെ ഒരു പീസ്, പേപ്പർ കഷ്ണം അവിടെ കിടക്കുകയാണെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ കുനിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് പിറക്കി വേസ്റ്റ് ബിന്നിലിടും. എല്ലായിടത്തും വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്, ചവിട്ടി പൊക്കണ ടൈപ്പ് നല്ലത്. അത് കാണുമ്പോൾ ഞാൻ ഓർമ്മ എടുക്കാൻ തുടങ്ങുന്നത് ഓടിക്കൂടി വന്ന് സാറേ തുറലേന്ന് പറഞ്ഞെടുക്കും. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും നമ്മളുടെ സ്റ്റാഫിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു നദിയും അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിന് മുകളിലേക്ക് ഒഴുകി കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രസംഗിച്ചാലും ആരും വിശ്വസിക്കില്ല. പ്രസംഗം മാത്രമേ ഉള്ളെങ്കിലും ആരും നമ്മളെ ചെവിക്കൊള്ളില്ല. എൻ്റെ ഒരു ചിന്ത, പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുക, ജീവിക്കുന്നത് മാത്രം പ്രസംഗിക്കുക. അതുകൊണ്ട് സ്റ്റാഫിനെ സംബന്ധിച്ച് അവർ
ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ സ്ഥലവും അവർ സുരക്ഷിതമായി കാക്കും. സാർ ഒരു ദിവസം ഒന്ന് വരേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. ഞങ്ങൾ ഭംഗിയായിട്ടല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ സാറിന് ആദ്യം മുതൽ മുടക്കി 20 ലക്ഷം രൂപ എത്ര കാലം കൊണ്ട് തിരിച്ചു കിട്ടി? അതൊന്നും അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബാങ്ക് ലോണൊക്കെ കൃത്യമായി അടഞ്ഞു പോയി? അയ്യോ, ഒരിക്കലും ബാങ്ക് ലോൺ അടയ്ക്കാൻ പ്രശ്നം വന്നിട്ടില്ല. കാരണം ഞാൻ അന്ന് ഇത് ഹൈ പ്രോഫിറ്റിലാണ് ചെയ്യണത്. ശരി. അയ്യോ, ഞാൻ തുടങ്ങുമ്പോൾ തന്നെ അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ക്രൗണിനുണ്ടായിരുന്ന വിലയേക്കാൾ ഞാൻ ഏതാണ്ട് 15% കൂടുതലായിരുന്നു എൻ്റെ പ്രൈസ്. എന്തുകൊണ്ടത്? അത് എനിക്ക് നല്ല ഉറപ്പ്. ഞാൻ ഒരിക്കലും റോ മെറ്റീരിയലിനകത്ത് ഒരിക്കലും വെള്ളം ചേർക്കില്ല. ജർമ്മൻ എന്ന് പറഞ്ഞാൽ അത് ദൈവം കാണുന്നുള്ള ചിന്തയോടെ ആ ജർമ്മൻ തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഇപ്പം സെർക്കോണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സത്യമുള്ളതുള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ തോസോ എന്ന് പറഞ്ഞ പൗഡർ ഉപയോഗിച്ച് ഞങ്ങൾ മാത്രമേ സെർക്കോണി ഉണ്ടാക്കുന്നുള്ളൂ. അതിന് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 കുറവാണ്. അത് മെഡിക്കൽ ഗ്രേഡ് സെർക്കോണിയാണ്. ബാക്കി എല്ലാവരും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, പക്ഷെ സത്യം പറഞ്ഞാൽ കുറ്റം പറയണതാവുമല്ലോ. അത് അവർ ഇൻഡസ്ട്രിയൽ സിർക്കോണിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ 100% മെഡിക്കൽ ഗ്രേഡ് സിർക്കോണി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ദൈവം കാണുന്നുള്ള ചിന്ത. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലാത്തവനായി എന്നെ ദൈവം ഇത്രയും വളർത്തിയെങ്കിൽ ആ ദൈവത്തെ മറന്ന് ഞാൻ ഏതെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങിയാൽ എൻ്റെ ജീവിതം ദൈവത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമാകും. ഞാനിപ്പോൾ സാറിനൊരു പല്ലുണ്ടാക്കുവാണെങ്കിലും ദൈവത്തിന് പല്ലുണ്ടാക്കും പോലെ ഉണ്ടാക്കുകയുള്ളൂ. ആർക്കുണ്ടാക്കിയാലും. സാറിത്തോ ഉന്നതനായ മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരൻ വന്ന് പല്ലുണ്ടാക്കണം എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ദൈവത്തിനാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു മനോഭാവം ഉള്ളിലുള്ളതുകൊണ്ട് ചെയ്യാവുന്നിടത്തോളം ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത ഇന്ന് ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കാണിച്ചുകൊണ്ട് സാറിനോട് പറയാം. ഒരിക്കലും ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഡെൻകെയർ നടത്തുന്നത്. അത് ഞങ്ങളുടെ ക്ലയൻസിനറിയാം. ശരിയാണ്, ഞങ്ങളുടെ പ്രൈസ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 20-25% കൂടുതലാണ്. പക്ഷേ ഞങ്ങളുടെ ക്ലയൻസിനറിയാം ഡെൻകെയറിൻ്റെ പ്രോഡക്റ്റ് 10 വർഷം വാറണ്ടി ഉള്ളതാണെങ്കിൽ അത് 25 വർഷം കഴിഞ്ഞാലും പോകില്ല. എൻ്റെ ഉള്ളിൽ ഉറപ്പാണ്. 10 വർഷമാണ് വാറണ്ടി. അതുകൊണ്ട് 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാത്തിനുമല്ല, കൂടുതൽ വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അത് ഞങ്ങൾ പേഷ്യൻസിനല്ല കേട്ടോ വാറണ്ടി കൊടുക്കുന്നത്. ഞങ്ങളുടെ ഡോക്ടേഴ്സിനെ വാറണ്ടി കൊടുക്കുള്ളൂ. അവരാണ് പേഷ്യൻസിന് കൊടുക്കാതിരിക്കുകയില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് 25 വർഷം വരെ നിലനിൽക്കുമെങ്കിൽ 10 വർഷം വാറണ്ടി കൊടുക്കുന്നതിന് തന്നെ കുഴപ്പം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഇതിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞു, ഒരു കൊല്ലോടെ കഴിയുമ്പോഴാണ് കംപ്ലൈൻറ്റ് വന്നെങ്കിലും 11ാമത്തെ വർഷം ആയതുകൊണ്ട് വാറണ്ടി തീർന്നു ഞാൻ പറയില്ല. കാരണം അത് 25 വർഷം നിൽക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യണത്. അപ്പോൾ അത് നമ്മൾക്ക് തന്നെ ഒരു ഉത്തമ വിശ്വാസം ഉണ്ടല്ലോ സാർ. ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിയായിട്ടാണെന്ന് വരുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ കോൺഫിഡൻസ് അത് വരുമ്പോൾ തന്നെ ആരോട് നമ്മൾ പറയുമ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റ് പൊട്ടിപ്പോയി, അത് കൊള്ളൂല്ലാത്തതല്ലേ നിങ്ങൾ ഉപയോഗിച്ചെന്ന് ചോദിക്കണം. സാറേ അങ്ങനെയല്ല, ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്, ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് ചിലപ്പോൾ വന്നേക്കാം, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് അല്ലാണ്ട് ഒരിക്കലും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്നുള്ള വ്യക്തമായൊരു ചിന്ത ദൈവം അവിടുത്തെ കരുണയാൽ എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രോഡക്റ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത മാതിരി അത്രയും വർക്കുണ്ട്. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോഴും ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല സമയത്തെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രശ്നം. അപ്പോൾ സാർ ഇപ്പോൾ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ അത്യാവശ്യം സാമ്പത്തികമായി ഉയർന്നു വരുന്നു. വീട്ടിലെപ്പോഴും ഈ പറഞ്ഞ പോലെ ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന അതിലൊക്കെ വലിയൊരു മാറ്റം വന്ന് വീട്ടിലേക്കൊക്കെ എത്തുന്ന എത്ര കാലം കഴിഞ്ഞിട്ടാണ്? ഞങ്ങളൊരു കുഗ്രാമത്തിലാണല്ലോ താമസിച്ചിരുന്നത്. എന്നാൽ ഞാൻ വിവാഹം കഴിക്കുമ്പോഴും അവിടെ ചെറിയ തോതിലൊക്കെ ഒരു വ്യത്യാസം വരുത്തി മാറ്റി. 1-2 മുറിയൊക്കെ കൂട്ടിയെടുത്തു, അത്യാവശ്യമൊക്കെ ചെയ്തു. അതിനകത്തൊന്നും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തില്ല. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സ്പെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, എന്നും ഒരു അച്ചടക്കമുള്ള ജീവനക്കാരനായിരിക്കണം ഞാനുമെന്ന്. ശരിയാണ്, ഞാനൊരു ഓൺട്രപ്രണറാണ്, എനിക്ക് വേണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല പണം എൻ്റെ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ. പക്ഷേ ഞാൻ എന്നും ഒരിക്കലും പണം വിഡ്രോ ചെയ്യരുതെന്നാണ് പറയുന്നത്. ബിസിനസ്സിൽ നിന്ന് പണം വിഡ്രോ ചെയ്യരുത്. ഇപ്പോൾ സാറൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്നുള്ള പൈസ ഒരിക്കലും വിഡ്രോ ചെയ്യാതെ സാറിനൊരു നിശ്ചയ ശമ്പളം വെക്കുന്നു. ആ ശമ്പളം വെച്ചിട്ടൊരു ജീവനക്കാരൻ എങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു അതുപോലെ ചെയ്യുന്നു. ഞാൻ 25 വർഷത്തിന് ശേഷമാണ് സ്വന്തമായിട്ടൊരു വീട് പണിത്. അതുവരെ വാടകയ്ക്ക് താമസിച്ചു. 25 വർഷം കഴിഞ്ഞപ്പോൾ വീട് പണിതു. ഇന്നെനിക്ക് ദുഃഖമുണ്ട്, എൻ്റെ വീട് ഒത്തിരി വലുതായിപ്പോയി. ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് മാക്സിമം പണിയാമെന്നാണ് ഇന്ന് എൻ്റെ ഉള്ളിലെ ചിന്ത.
എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പോൾ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ധരിക്കുമെന്ന് പറയുമ്പോൾ 17,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. പക്ഷെ അതിന് വീട് ഉപയോഗിക്കണ താഴെ ഉപയോഗിക്കണത് ഞങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണത്. ഞങ്ങളുടെ ബോർഡ് റൂം ഉണ്ട്, ഞങ്ങളുടെ 2-3 ഹാളുകളുണ്ട് എംപ്ലോയീസിന് ചേരാനുള്ള, പിന്നെ അതുപോലെ കാറുകൾ ഇടാനുള്ള സ്ഥലം, അങ്ങനെയുള്ളത് ഒഫീഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വീടൊരു ഇപ്പോൾ ഒരു 5,000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. പക്ഷെ അത്രയും പണിയിരുന്നാണ് എൻ്റെ ഇന്നത്തെ മനസ്സിലെ ചിന്ത. 25 വർഷം കാത്തിരുന്ന് പണിതല്ല, കുഴപ്പമില്ല. അതെ, കാത്തിരുന്ന് പണിന്ന് പണത്തിനൊന്നും ഒരു ഞെരുക്കോ ഇല്ല, പ്രയാസമില്ല. Your dream is your reflection. It discovers the real you. Your dream is your power. And your power, your future. Niche University. We care for your dreams. അപ്പോൾ ഞാനത് തന്നെ ചോദിക്കാൻ പോകുന്നത്, ഇപ്പോൾ സാറിൻ്റെ പോലെ ഇതുപോലെ ചെറുപ്പത്തിൽ അത്രയധികം കഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ടും അല്ലാതെയും കഷ്ടപ്പെട്ട് വന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് പൈസ കൈവരുമ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നുള്ളൊരു ശൈലിയിലേക്ക് പോകാനാണ് സാധ്യത. സാറിൻ്റെ അടുത്ത് ഇപ്പോഴും യോഗ, അതുപോലെ സുവിശേഷ പ്രസംഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളും എപ്പോൾ കണ്ടാലും നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്ന സ്റ്റൈലിലാണ്. അതെന്താണ്? രണ്ടൊക്കെ അടിച്ച് സുഖമായി ലോകമൊക്കെ കറങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരു സ്റ്റൈലൊന്നും താല്പര്യമില്ല? എന്താ ഗുണം? അതെ, എന്താ ദോഷം? അല്ല, എന്ന് വരെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്? എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ബെൻസ് കാറിൽ യാത്ര ചെയ്യണവരെ കുറ്റം പറയല്ല, അതിനല്ലല്ലോ. ഞാൻ എൻ്റെ ഇന്ന് ഇന്നോവ കാറുണ്ട്, അതിൽ യാത്ര ചെയ്ത് തന്നാലും ഞാനിവിടെ വരും. ബെൻസിലിരുന്നാൽ വന്നെങ്കിൽ എന്നാ സുഖം, ആകെ കുറച്ച് നേരം. റോഡെല്ലാം നമ്മുടെ റോഡ് ഒരുപോലെ തന്നെ. എൻ്റെ ബെൻസ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാമറി കാറുണ്ട്, അല്ലെങ്കിൽ ഇന്നോവ, ഇന്ന് ഞാൻ ഇന്നോവയില്ല വന്നത്, ഇന്നോവ കാറുണ്ട്. എന്തുമാത്രം ഇപ്പം ഞാൻ ബിസിനസ് ക്ലാസ്സിൽ നാളെ കഴിഞ്ഞ് അങ്ങോട്ട് ദുബൈക്ക് പോവുകയാണ്. പക്ഷെ ഒരിക്കലും ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കില്ല. ഞാൻ പോകുന്ന സമയത്ത് എന്നും വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മിക്കവാറും ബൈബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളായിരിക്കും വായിക്കണേ. ഇരുന്ന് വായിക്കണതല്ലേ സുഖം. കാലൊന്നോട് മുകളിലേക്ക് കയറ്റി വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങാൻ എനിക്ക് വീടുണ്ടല്ലോ. ഞാനൊരു 4-5 മണിക്കൂർ ഉറങ്ങാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ മുടക്കേണ്ട പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഇരട്ടിയാണ്. അത് പിശുക്കനായിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. ആവശ്യത്തിന് ഞാൻ പണം ചെലവഴിക്കും. ഞാൻ ബ്രാൻഡഡ് ഷർട്ട് മാത്രമേ ഇടുകയുള്ളൂ, ലൂയി ഫിലിപ്പിയുടെ ഷർട്ട് ഇടുകയുള്ളൂ. പക്ഷേ 2019 ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് ഷർട്ട് മേടിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് കുറച്ച് ഞെരുക്കങ്ങൾ വന്നപ്പോൾ ഇന്നും ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഷർട്ട് അന്ന് മേടിച്ച ഷർട്ടാണ്. ഞാനിന്ന് പോകുന്ന വഴിക്ക് എൻ്റെ സഹോദരനോട് പറയുകയാണ്, അല്ലെങ്കിൽ എല്ലാ ഡിസംബറിലും 5 ഷർട്ട് വെച്ച് മേടിക്കുമായിരുന്നു. ഷർട്ട് മേടിക്കാത്ത ഇനത്തിൽ 50,000 രൂപ സമ്പാദിച്ചു എന്ന് പോകുന്ന വഴിക്ക് പറയുമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, പൈസ സമ്പാദിക്കണം എന്നുള്ളതുകൊണ്ടല്ല. എന്തിന് വേസ്റ്റ് ആക്കണം? ഒരു 100 രൂപ ആർക്കെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിക്കാൻ കഴിഞ്ഞാൽ കരയുന്ന അനേകം മനുഷ്യർ ഏതെല്ലാം രോഗങ്ങളുമായിട്ട് കരയുന്നു. ഞാൻ ഒരു കാര്യം പറയും, എത്ര പണം ഉണ്ടെന്നിരിക്കട്ടെ, സാറ് 7 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങണമെന്നിരിക്കട്ടെ, ആ ബെഡേ കിടന്ന് ഉറക്കം വരുമോ? ആ ബെഡാണെന്നുണ്ട് ഉറക്കം വരുമോ? എത്രയോ മനുഷ്യർ ഉറക്കം ഇല്ലാത്തവരിയ്ക്കുന്നുണ്ട്. എനിക്കൊരു കീറപ്പ വന്നാലും ഞാനവിടെ കിടന്ന് ഉറങ്ങും. ഉറക്കം എന്ന് പറഞ്ഞാൽ സാറവിടെ വന്ന് 2-3 നേരം കൊണ്ട് എടുത്തോണ്ട് വന്നാലും വന്ന സ്ഥലത്ത് വരുമ്പോഴേ ഞാൻ അറിയുള്ളൂ. ഞാൻ 4-5 മണിക്കൂർ മാക്സിമം ഉറങ്ങുള്ളൂ. എനിക്ക് പൂർണ്ണ ആരോഗ്യം ദൈവം തന്നിരിക്കുന്നു. ഇന്നാള് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 0.8, കിഡ്നി സൂപ്പർ, ഒരു രോഗവും ഇല്ല. അതെന്താ? എപ്പോഴും കർമ്മനിരതനാണ്. ഉഴപ്പണ പരിപാടി ജീവിതത്തിൽ കാണാൻ സാറിന് കഴിയില്ല. ഞാൻ ഉഴപ്പില്ല. അപ്പൊ ഈ കൂടെ ഉള്ളവരും അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത്? നല്ലവരാണ്, മിടുക്കരാണ് എല്ലാവരും. അതെ, ഞാൻ അങ്ങനെ പൈസ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യില്ല. ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യും. ഞാൻ ഒരിക്കലും പിശുക്കനായതുകൊണ്ടല്ല. പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% ഞാൻ സാധുജന സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മിനിമം 10% ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രമാണം. തീർച്ചയായിട്ടും അത് ഞാൻ ഇന്നും ചെയ്തു വരുന്നു. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുതെന്നാണ് ബൈബിൾ പറയുന്നത്. ഒരിക്കലും ആരും അറിയാതെ ചെയ്യുള്ളൂ. പേപ്പറിൽ കൊടുക്കില്ല, കൊട്ടിഘോഷിക്കില്ല. അവരുടെ മനസ്സിനത് മുറിവാണ്. ഇപ്പം നമ്മൾ ഒരു 10 പേർക്ക് പുസ്തകം മറ്റേ ഇതും മേടിച്ചു കൊടുക്കുന്നു, പുസ്തകം മേടിച്ചു കൊടുക്കുന്നു, കുട മേടിച്ചു കൊടുക്കുന്നു, ബാഗ് മേടിച്ചു കൊടുക്കുന്നു. എൻ്റെ സാറേ 500 രൂപ മുടക്കുണ്ടായിരിക്കും. അതിന് 100 പേർക്ക് മേടിച്ചു കൊടുക്കുന്ന എത്ര രൂപ വേണം? 500 × 100 50,000 രൂപ. 100 പിള്ളേർക്ക് പുസ്തകവും കാര്യങ്ങളും കൊടുക്കാം. ആ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അവരൊരു 5 ലക്ഷം പോയിട്ട് അതേപ്പറ്റി പറയണ്ട, ഒരു 50,000 മുടക്കാണ്ട് നടത്തുന്നുണ്ട്. അതിന് പേപ്പറുകാരെ വിളിക്കുന്നു, MLA വരുന്നു, അല്ലെങ്കിൽ മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു, പിന്നെ മെമ്പർമാർ വരുന്നു, അവർക്ക് ചായ കൊടുക്കാനുള്ള പൈസ,
എന്തിനത് ചെയ്യണം? ഈ പാവം ഒരു കൊച്ചിക്ക. എനിക്ക് ആ ദുരിതം അനുഭവിച്ചുകൊണ്ട് എനിക്കറിയാം. ഞാൻ പഴയ പുസ്തകം മാത്രം മേടിച്ച് പഠിച്ച മനുഷ്യനാണ്. ഒരു പുസ്തകം പൊതിയാനായിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങി നിന്നാൽ മുതലാളിമാരെ ഞാൻ പറയണില്ല, അവരുടെ വീടുകളിൽ കയറുന്ന ചിലപ്പോൾ ഒരു ഷീറ്റ് പേപ്പർ കയറി തന്നെ മനോരമയുടെ, അല്ലെങ്കിൽ 2 പേപ്പർ തന്നെ ഒരു ചുരുക്കമാണ്. 5 വീട് കയറിയാലാണ് 1 പുസ്തകം പൊതിയാൻ ഒരു തവണ കിട്ടുന്നത്. അപ്പേ എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആ പുസ്തകം മേടിക്കുമ്പോൾ അവർക്ക് എന്തൊരു വിഷമായിരിക്കും എന്നറിയോ? അവരത് കയറി നിന്ന് മേടിച്ചോണ്ട് വരുമ്പോൾ തൊട്ടപ്പുറം ഇരിക്കുന്ന കൊച്ചൻ നല്ല കുടുംബത്തിൽ പറഞ്ഞവനായിരിക്കും. അവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് നിനക്ക് സൗജന്യം കിട്ടിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദന, എന്തിനാ ഈ പ്രവസനം കാണിക്കണേ? പകരം അതെന്നാ ബാക്കിയുള്ളവർ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അവരൊരു 10 പേര് അറിയണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യണ്ടെന്ന് ലോകം അറിയണം. അത് മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ ഞാനതിന് മറുപടി പറയുന്നില്ല. പക്ഷെ അത് ആ ടീച്ചറുടെ അടുത്ത് പോകരുതോ? ടീച്ചറോട് ചോദിക്കരുതോ ഏതൊക്കെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത്? എന്നിട്ട് ആ കുഞ്ഞിൻ്റെ വീട്ടിൽ കൊണ്ട് ഇവർക്ക് കൊടുത്താൽ എന്തൊരു വലിയ മഹത്തരമായ കാര്യമായിരിക്കും അത് ചെയ്യുന്നത്. ഞാനായിട്ട് ഒരിക്കലും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യില്ല. ഇതെൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമാണ്. പിന്നെ എന്തുമാത്രം പണം ഉണ്ടെന്നിരിക്കട്ടെ സാറേ, ഒരു ദിവസം ഞാൻ മരിക്കില്ലേ? ഇപ്പം ഞങ്ങളുടെ കമ്പനിക്ക് 1500 കോടി വാല്യുവേഷനുണ്ട്. അത് IPOക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3500 crore എന്നുവെച്ചാൽ നേരെ ഇരട്ടി കൂടുതലാണ് ഇപ്പോഴത്തെ വാല്യൂ. ഇപ്പം ഞാൻ ഇന്ന് IPOക്ക് പോകുകയാണെങ്കിൽ 3500 കോടി, 3000 കോടി മുകളിലാണ് വാല്യൂ. എനിക്ക് ഏതാണ്ട് 60 ഏക്കറോളം സ്ഥലമുണ്ട്, നല്ല വീടുണ്ട്. അമേരിക്കയിൽ സ്ഥലമുണ്ട്, വിവിധ രാജ്യങ്ങളിലെ സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ മരിക്കുമ്പോൾ ഇതിപ്പോൾ 15,000 വിലയുള്ള വാച്ചാണ്. ഇതിന് മുമ്പൊരു വാച്ച് ഉണ്ടായിരുന്നു, അത് കേടായി. അതിന് 70,000 നന്നാക്കാൻ വേണമെന്ന് പറഞ്ഞു. 50,000 കൊടുത്ത വാച്ച് 15 വർഷം കഴിഞ്ഞപ്പോൾ 70,000 വേണം നന്നാക്കാൻ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റണ്ടേ? ഞാൻ അതുകൊണ്ട് ടാറ്റയുടെ 1ാം തരം വാച്ച്, നല്ല രസമല്ലേ എൻ്റെ കയ്യിൽ ഇത് കിടക്കുമ്പോൾ? ഒരു കുഴപ്പമില്ലല്ലോ, സമയം അറിയാനല്ലേ വാച്ച്. അത് ഇതിനകത്ത് വേറെ വല്ലോ പരിപാടി നടക്കും. നല്ല സാറിൻ്റെ കയ്യിലുള്ള വാച്ചാണെങ്കിൽ ഫോൺ അടിക്കുമ്പോഴും കൂടി അറിയാൻ പറ്റുമായിരിക്കും. എനിക്കിപ്പോൾ അതിൻ്റെ പ്രയാസമില്ല, ഇത് മതി. ഇനി ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കൾ ഇത് തന്നുവിടുമോ? ഇല്ല. ഇത് തന്നുവിടുമോ? 10, 15, 20 ഷർട്ടുണ്ട്, ഒരെണ്ണല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു വെള്ളത്തുണിയും പുതപ്പിച്ച് എന്നെ കൊണ്ട് പെട്ടിക്കകത്ത് വയ്ക്കും. ഞാൻ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? എന്തെല്ലാം സുഖം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ എന്നാ ഗുണം? ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു നൈമിഷിക നേരത്തെ സുഖമല്ലേ എല്ലാ സുഖമുള്ളൂ. എന്നാൽ ഞാൻ സ്വർഗതുല്യമായ കുടുംബജീവിതം നയിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ ബഹുമാനിക്കുന്നു, എൻ്റെ ഭാര്യയെ ആദരിക്കുന്നു, എൻ്റെ ഭാര്യയെ ഓമനിക്കുന്നു, എൻ്റെ ഭാര്യയെ അത്രമാത്രം സ്നേഹത്തോടെ കരുതുന്നു. എൻ്റെ സ്വന്തം അപ്പനെയും അമ്മയും ഞാൻ എങ്ങനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, അതുപോലെ എൻ്റെ ഭാര്യയുടെ ബന്ധുമിത്രാദികളെയും അപ്പനെയും അമ്മയും, അപ്പനില്ല അപ്പൻ കടന്നുപോയി അമ്മയെ അതുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. സ്വർഗതുല്യമായ ജീവിതം. ഭാര്യയെ ബഹുമാനിക്കുന്നു, ഭാര്യ അറിയാതെ ഒരു കാര്യവും ചെയ്യില്ല. എല്ലാം തുറന്ന പുസ്തകം. എൻ്റെ ഫോണിൽ ലോക്കില്ല, എൻ്റെ എനിക്ക് വേറെ പണപ്പെട്ടിയില്ല. അപ്പം എല്ലാം ഉണ്ടെങ്കിൽ ഭാര്യയുടെ കയ്യിൽ എവിടെയെങ്കിലും വെച്ചേക്കും, പോകാൻ നേരത്തെ ആവശ്യമില്ല. പോക്കറ്റിൽ പൈസ തരുന്ന പരിപാടിയില്ല. എന്ത് സുഖ ജീവിതം. അപ്പം മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവ് ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ സാറിന് ഇപ്പം ആദ്യകാലത്ത് അമ്മയും സാറും രണ്ടുപേരും ഈ ഒരു ദൈവവചനം കേൾക്കാൻ പോകുന്ന സമയത്ത് അവിടെ പ്രസംഗിച്ചിരുന്ന ആൾ ഇവിടെ നിരാശയുള്ള ആളുണ്ടെന്നും ഒക്കെ മനക്കണ്ണുകൊണ്ട് കണ്ട് പറഞ്ഞല്ലോ. സാർ അതുപോലെ ഇപ്പോൾ ഈ സുവിശേഷ പ്രസംഗത്തിനൊക്കെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ മനസ്സിൽ തോന്നാറുണ്ടോ? അങ്ങനെയുള്ള മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദൈവം നമ്മളെ നടത്തുമ്പോൾ ഇപ്പം ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഇപ്പം ഞാൻ ഒരു പ്രസംഗിക്കാൻ പോകാന്നിരിക്കട്ടെ, ദൈവമേ ഞാൻ പോകുന്ന ആ മനുഷ്യർ ഒരു 100 200 പേരുണ്ട്, അല്ലെ 500 പേരുണ്ട്. എൻ്റെ ദൈവമേ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ദൈവമേ അവരുടെ ഹൃദയം അറിയാൻ എനിക്ക് വേറെ മാർഗമില്ല. ദൈവം അവിടുന്ന് എല്ലാം അറിയുന്നുവല്ലോ. എൻ്റെ ദൈവമേ എൻ്റെ മനസ്സിൽ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള ചിന്ത തരണമേ. എൻ്റെ ദൈവമേ അത് പറയേണ്ടത് എൻ്റെ നാവിലൂടെ പറയാൻ തക്കവണ്ണം, ഏതൊക്കെ ഞാൻ പറയണമെന്നുള്ള അത് പറയാൻ തക്കവണ്ണം എന്നെ കേൾക്കുന്നവർക്ക് ഒരു സമാധാനം ലഭിക്കുവാൻ, അവർക്ക് ആശ്വാസം ലഭിക്കാൻ, ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു വ്യക്തമായ ബോധ്യം കിട്ടുവാൻ തക്കവണ്ണം എൻ്റെ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമെന്നുള്ള ഞാൻ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ പ്രാർത്ഥന സുവിശേഷ പ്രസംഗത്തിന് പോകുമ്പോൾ ഒരിക്കലും ഞാൻ പൊട്ടച്ചൊല്ലും കളിവാക്കുമെന്നും പറഞ്ഞ് അങ്ങനെ തമാശ പറഞ്ഞൊന്നും പോകാറില്ല. ഞാൻ ധ്യാനിച്ചിരുന്ന ദൈവമേ അവരുടെ ഹൃദയത്തോട് അവിടുന്ന് അങ്ങ് സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരോട് പറയാനുള്ള ദൈവം നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നു. നമ്മൾ മുൻകൂട്ടി വേറെ ഒന്നും കാണുകയല്ല. പക്ഷെ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു വിഷയം പ്രസംഗിക്കാൻ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുമല്ലോ. ജസ്റ്റ് ഒത്തിരി സ്ഥലങ്ങളിൽ മോട്ടിവേഷണൽ ടോക്കിന് വിദ്യാർത്ഥികളുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് എന്ത് പറയണം അത് നമ്മൾ ചിന്തിക്കും. പക്ഷെ പറയേണ്ടതൊക്കെ ദൈവം നമുക്ക് അന്നേരം ജ്ഞാനം തരും പറയാനുള്ളത്. അതാണ് എൻ്റെ അനുഭവം.
അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഇതുപോലെ സാർ ഇപ്പോൾ ഈ പറഞ്ഞ പല രാജ്യങ്ങളിൽ നമുക്ക് മാനുഫാക്ചറിങ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക കമ്പനിയെ സംബന്ധിച്ചെന്ന് പറയുന്നത് നമ്മൾ ആരും പഠിപ്പിച്ചു തരുന്നൊരു കാര്യമല്ല. അപ്പോൾ അതേ സാറിൻ്റെ അടുത്ത് വേറെ ഈ ആകെ ഒരു ചെറിയ ക്ലിനിക്കിൽ ജോലി ചെയ്ത പരിചയമുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു വലിയൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് ഈ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ കൈകാര്യം ചെയ്തത്? സാറേ ഞാൻ പറഞ്ഞല്ലോ ആദ്യം 2 പ്രോഡക്റ്റ് വെച്ചാണ് തുടങ്ങിയെന്ന്. പക്ഷെ പിന്നീട് ഞാൻ യാത്രകളെല്ലാം ആരംഭിക്കാൻ തുടങ്ങി. യാത്രകൾ എന്തുമാത്രം കോൺഫറൻസിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണക്കെഴുതി വെച്ചിട്ടില്ല. ഫ്ലൈറ്റിൽ എന്തുമാത്രം യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഞാൻ പോവാത്ത സ്ഥലങ്ങൾ എവിടെയുണ്ടെന്ന് വെച്ചാൽ ഡെന്റിസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്ത് എല്ലാ കൺട്രീസിലും പോയിട്ടുണ്ട്. എവിടെയൊക്കെയോ യൂറോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും പോയിട്ടുണ്ട്. ജർമ്മനി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം പോലും അതിശയോക്തി കൂടാതെ പറഞ്ഞ ഒരു 300 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട്. ഓരോ മുക്കിലും മൂലയിലും. ജപ്പാനിൽ പോയിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. മറ്റേ അങ്ങ് എവിടെയെല്ലാം പോയിട്ടുണ്ട്. ഡെന്റിസ്ട്രി എവിടെയെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവിടെയല്ല. അമേരിക്കയിൽ എത്രയോ പ്രാവശ്യം പോയി. അതുപോലെ തന്നെ സ്വീഡനിൽ പോകാത്ത സ്ഥലങ്ങളെന്ന് പറയാനില്ല. അവിടെ എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുമാത്രം അറിവ് എനിക്ക് കിട്ടാമോ അതെല്ലാം ഞാൻ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലുപരി ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് ഡെൻ്റൽ ലാബ് തുടങ്ങിയതിന് ശേഷം പഠിക്കാൻ പോയി. ഞാൻ പഠിച്ച കോളേജിൽ ഏറ്റവും ഉയർന്ന മാർക്കോടെ ഞാൻ പാസ്സായി. ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് ഞാനൊരു സർട്ടിഫൈഡ് ഡെൻ്റൽ ടെക്നീഷ്യനാണ്. അപ്പോൾ കിട്ടാവുന്ന അറിവുകളെല്ലാം ഞാൻ സമ്പാദിക്കും. എന്നാൽ ഇന്നത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ഞങ്ങൾക്കുള്ളതുപോലെ ഒരു ഫെസിലിറ്റി എന്നുവെച്ചാൽ ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ ടെക്നോളജി 1.5 വർഷത്തെ ഒരു കോഴ്സ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. പുറത്തുള്ള ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. അതിന് 1.5 ലക്ഷം രൂപയാണ് ഫീസ്. ഞങ്ങളുടെ എംപ്ലോയീസിനാണെങ്കിൽ പണം കൊടുക്കാതെ തന്നെ അവിടെ പഠിപ്പിക്കും. +2 കഴിഞ്ഞ ആളുകളെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് 30 ഡെന്റിസ്റ്റ് ഉണ്ട്, നല്ല സീനിയർ ടെക്നീഷ്യൻസ് ഉണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള മെഷീനറികളുണ്ട്. ഒറ്റ മെഷീൻ തന്നെ 5 കോടി രൂപ വിലയുള്ള മെഷീനുണ്ട്. ലേസർ സിൻഡറിങ് മെഷീൻ ജർമ്മനിയിൽ നേരിട്ട് വന്ന്. ഇന്ത്യയിൽ ആദ്യം നമ്മളാണ് അതെല്ലാം കൊണ്ടുവന്നത്. അതെല്ലാം കണ്ട് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സാറിന് ചിന്തിക്കാവുന്നുള്ളൂ, ഞങ്ങളാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കാസ്റ്റ് മെഷീൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഞങ്ങളാണ് ആദ്യമായി ഇന്ത്യയിലേക്ക് ലേസർ സിൻഡറിങ് ടെക്നോളജി കൊണ്ടുവന്നത്. ഞങ്ങളാണ് ആദ്യമായിട്ട് മില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നത്. എല്ലാം ഡെന്റിസ്ട്രിയിൽ എന്തെല്ലാം ലോകത്തുണ്ടോ അത് മുഴുവൻ ഇന്ത്യ മഹാരാജ്യത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മനുഷ്യൻ സാധുവായ ഞാനാണ്, അഥവാ ഡെൻകെയറാണ്. അതുകൊണ്ട് എന്തെല്ലാം വരുന്നു അതെല്ലാം പഠിക്കാനും അത് പഠിപ്പിക്കാനുമുള്ള ഒരു അമിതമായ ഒരു താല്പര്യം. മാത്രമല്ല ഞങ്ങളൊരു കോഴ്സ് നടത്തുന്നുണ്ട്, BSc ഡെൻ്റൽ ടെക്നീഷ്യൻ. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് UGC അംഗീകാരവും ഇന്ത്യൻ ഡെൻ്റൽ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഒരു കോഴ്സ് UGC ഉണ്ട്. അത് ആ കോഴ്സ് നടത്തുന്നുണ്ട്, 3 വർഷത്തെ കോഴ്സ്. അതിൽ 2 വർഷത്തിലുപരി അവരിവിടെയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഒക്കെ കിട്ടാൻ വേണ്ടി. അവർക്കെല്ലാം മിഷനറികളെല്ലാം കാണാം. എല്ലാം എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഒരിടത്തും ഇത്രയും ഫെസിലിറ്റി ആയിട്ട് പഠിപ്പിക്കാനും പഠിക്കാനുള്ള സാഹചര്യം ഒരിടത്തും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ അനുഭവം എൻ്റെ മോൻ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ചെന്നു. അവിടെ അവൻ BSc ഡെൻ്റൽ ടെക്നീഷ്യൻ പഠിക്കാൻ ഓസ്ട്രേലിയയിൽ പോയി. നല്ല യൂണിവേഴ്സിറ്റിയാണ് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി. അവൻ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് വരുമ്പോൾ ഡെൻകെയർ അത് അവിടെ തെളിഞ്ഞു വരുന്നു. അവരുടെ സ്ക്രീനിൽ ഇട്ടേക്കുന്ന ഡെൻകെയറിൻ്റെ അകത്തെ ചിത്രങ്ങളാണ്. അകത്തെ മിഷനറി പരിപാടി അവിടുത്തെ സൗകര്യമല്ല. അപ്പൊ അത്രമാത്രം ഡെൻകെയർ ഒരു അറിയപ്പെടുന്ന സ്ഥാപനമായി ഉയർന്നു വരാനിടയായി. അപ്പൊ ഏതെല്ലാം പുതിയ ടെക്നോളജി വന്നാലും എന്തും പഠിപ്പിക്കാൻ മറ്റേ എംപ്ലോയീസിനെ നിരന്തരമായിട്ട് ജർമ്മനിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. ഗ്രൂപ്പായിട്ട് വിടുന്നു. സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും വിദേശ രാജ്യങ്ങളിലെല്ലാം. കൂടാതെ 14 വർഷം ഒരു സീനിയർ മോസ്റ്റ് ടെക്നീഷ്യൻ നമ്മുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അവസാനത്തെ അദ്ദേഹത്തിന് ശമ്പളം 6 ലക്ഷത്തി ചില്ലുവാൻ രൂപയായിരുന്നു പെർ മന്ത്. അങ്ങനെയുള്ള എന്ത് ടെക്നിക്ക് പുതിയ വന്നാലും പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി കൊടുത്ത് പഠിപ്പിക്കാനും എനിക്ക് താല്പര്യമാണ്. കാരണം അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്, ഒരു മിഷൻ മേടിക്കുന്ന കാര്യമല്ല. അതിനൊന്നും ഒരിക്കലും ഞാൻ വിമുഖത കാണിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പണം മുടക്കി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ ശരിക്കും. ചിലരെല്ലാം പഠിപ്പിച്ചവരും പോയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആരെയും കെട്ടിയിടുവോ, ആർക്കെങ്കിലും പോകരുതെന്ന് പറഞ്ഞ് അങ്ങനെയല്ലോ കുടുക്കിടുവൊന്നും ചെയ്യില്ല. ആരെങ്കിലും പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ 2 കൈ ഉയർത്തിയവർ എന്നോട് പറഞ്ഞിട്ടാ പോണേ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അത് ഹൃദയത്തിൽ നിന്നാണ് പറയണത്. അവർക്കൊരു ദോഷം വരില്ല ദൈവമേ. കാരണം എനിക്കൊരു ദോഷം വന്നില്ല. ആരെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഇന്നുവരെ എനിക്കൊരു ദോഷം വന്നില്ല. എന്നും അഭിവൃദ്ധിയാണ്. പിന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത, കുളത്തിൽ വെള്ളമുണ്ട്,
സാറ് മാത്രം വിചാരിച്ചത് കുടിച്ചു തീർക്കാൻ പറ്റുമോ? അതെ. എല്ലാവർക്കും കുടിക്കാം. അതെ, ശരി. കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ ബിസിനസ് നടത്താൻ. ഞാനത് ചോദിക്കാൻ പറ്റില്ല. അതായത് ഇപ്പം VKC ഹവായിയുടെ അതിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, VKC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത്രയ്ക്ക് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പം ആ കോഴിക്കോടിന് ചുറ്റുപാടും മാത്രം 152 ചെരുപ്പ് നിർമ്മാണശാലകൾ തുടങ്ങി പലരും. ഇതിൻ്റെ ഒരു സക്സസ് കണ്ടിട്ട് എന്തുകൊണ്ടാണ് സാർ ഇപ്പം എല്ലാ വേദികളിലും ഈ നമ്മുടെ ഈ ഡെൻറ്റിസ്ട്രി, ഈ ഒരു ഡെൻ്റൽ ലാബ് ഭയങ്കര സക്സസ് ആണ്, അതിൻ്റെ സാധ്യതകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ അങ്ങനെ അത്ര അധികം ഒന്നും വരാത്തത്? അയ്യോ, അത് സാറിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് കേരളത്തിൽ മാത്രം 500ഓളം സ്ഥാപനങ്ങളുണ്ട്. ആണോ? പിന്നെ ശരി. എന്നിട്ടും ഡെൻകെയറിന് ചെയ്താൽ തീരാത്ത ഒരു വർക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കുളത്തിൽ വെള്ളമുണ്ട്. ഞാൻ പറയാം, പുതിയ പുതിയ ലാബുകൾ വരും തോറും ആളുകളിലേക്ക് അവയർനെസ് എത്തും. ഞാനൊന്ന് ഡെൻകെയർ തുടങ്ങുമ്പോൾ ഇന്ത്യയിലാകപ്പാട് എത്ര സ്ഥാപനം കാണും? 80കളിൽ 2 സ്ഥാപനമുള്ളൂ. 88ലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ ഇന്നോ 10,000-കണക്കിന് സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ. എന്നാൽ മുഖ്യമന്ത്രിയുടെ വായിൽ വെച്ചിരിക്കുന്ന പല്ല് നമ്മുടെ ഡെൻകെയറിന്റെ പല്ലാണ്. മുഖ്യമന്ത്രിയുടെ വൈഫിന്റെ വായിൽ വെച്ചേക്കണ 6 ഫ്രണ്ടിലത്തെ പല്ല് നമ്മുടെ പല്ലാണ്. ഈ വായിൽ എന്തെങ്കിലും പല്ല് വെച്ചിട്ടുണ്ടോ? എന്റെ വായിൽ വെക്കേണ്ട എന്റെ എല്ലാം നല്ല പല്ലാണ്. ഒരു ക്യാപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ഞാൻ അത് പറയുകയാണെങ്കിൽ എവിടുന്നെല്ലാം പ്രധാനമന്ത്രിയുടെ പല്ല് വെച്ചിരിക്കുന്നു, ഇപ്പോഴത്തെ അല്ല, പിന്നെ ആരുടെയല്ല, ഉന്നതന്മാരായ എല്ലാവരുടെയും വായിലിരിക്കുന്ന പല്ലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻകെയറിന്റെ പല്ലായിരിക്കും. വളരെ വളരെ ഉന്നതന്മാര്, എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്താൻ പറ്റൂല്ലോ. അത് പറയുകയാണെങ്കിൽ ഞാൻ പറയും, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കിട്ടണതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഡൽഹിയിൽ 100 കണക്കിന് ഡെന്റൽ ലാബുകളുണ്ട്, ഡെന്റൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. മുംബൈയിൽ എത്രമാത്രം ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് 500 സ്ഥലങ്ങളിൽ 505 പേരുണ്ട് ഞങ്ങളുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. ഇന്ത്യയിൽ ആകമാനം എല്ലായിടത്തുനിന്നും ഞങ്ങൾക്ക് വർക്കുകൾ വരുന്നു. അത് ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് ആളുകൾ പറയുന്ന മാതിരി പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ ചുണ്ടലി മലബാറിന്ന് വരും എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അന്വേഷിച്ച് വന്നിരിക്കും. ക്വാളിറ്റി മീൻസ് കാഴ്ചയിലുള്ള ക്വാളിറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, ഡ്യൂറബിലിറ്റിയും നമ്മളിലുള്ള വിശ്വാസ്യത. നമ്മൾ ഒരിക്കലും ഒരു റോ മെറ്റീരിയൽ ഒരിക്കലും മായം ചേർക്കില്ല എന്നുള്ള ചിന്ത. പറഞ്ഞാൽ പറഞ്ഞു തന്നെയായിരിക്കും. പലരും പറയുന്നു 24 ക്യാരറ്റ്, പക്ഷേ ഭീമ നൽകുന്നു 24 എന്ന് പറയില്ല എന്ന് പറഞ്ഞ മാതിരി പലരും പറയുന്നു ഇത് ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് മേടിച്ചാന്ന്. ഒരു പാക്കറ്റ് മേടിച്ചാൽ അവർക്ക് ജർമ്മനിയിൽ നിന്നാന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് നടക്കാം. പക്ഷെ ഞങ്ങളുടെ എംപ്ലോയീസിനോട് ചോദിക്കണം, ഈ 4290 എംപ്ലോയിൽ ഒരു എംപ്ലോയി എങ്കിലും സാറ് മേടിച്ചുകൊണ്ടിരുന്ന സാധനം, ഡെൻകെയർ മേടിക്കുന്ന സാധനം പുറമേ ലേബിളുള്ളത് മേടിക്കുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് വേറെ പാക്കറ്റിൽ ഇട്ടുന്ന അവരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ സ്ഥാപനം നിർത്തും, പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകില്ല. മാത്രമല്ല, ഡോക്ടേഴ്സിന് വേണമെങ്കിൽ റെയ്ഡ് നടത്താം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക്. ഒരു മുന്നറിയിപ്പും കൂടാതെ 25ഓ 50ഓ ഡോക്ടേഴ്സിന്റെ സംഘത്തിന് വരാം, പ്രവർത്തനം നിർത്തിവെക്കാൻ പറയാം. നിങ്ങൾ പറയുന്നത് തന്നെയാണോ ഞങ്ങൾ ഉപയോഗിക്കണേന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് കംപ്ലീറ്റ് അവർക്ക് തെരഞ്ഞു പിടിച്ച് മുഴുവൻ ഓപ്പൺ ആക്കി കൊടുക്കാം. അത്രമാത്രം ധൈര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ പറയുമോ? ഇല്ലല്ല. മറ്റൊരു കാര്യം, എന്തുമാത്രം ഡോക്ടേഴ്സ് വരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അങ്ങ് ദൂരെ സ്ഥലത്തു നിന്ന് വരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, ഡൽഹിയിൽ നിന്ന് വരുന്നു, ചെന്നൈയിൽ നിന്ന് വരുന്നു, ഗ്രൂപ്പായിട്ട് ഡോക്ടേഴ്സ് വരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് ഞങ്ങൾ എന്നും അനുവാദം കൊടുക്കുന്നു. സാറും സാറിന്റെ ടീമും കൂടെ ഒരു ദിവസം വരൂ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നത്? വന്നോ, സാറ് പടം എടുത്തോണ്ട് പോരെ, ഏതൊക്കെ മിഷനറി ഉപയോഗിക്കണമെന്ന് നോക്ക്, മുഴുവനും വീഡിയോ എടുത്തോണ്ട് പോരെ, സാറ് വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ട് വേറെ ഒന്നും തുടങ്ങുക. എനിക്ക് സന്തോഷമാണത്. കാരണം ഹെൽത്തി കോമ്പറ്റീഷനെ എന്നും ഞാൻ ഉത്സാഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം അത്രയും കൂടെ എൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ഞാൻ ശ്രമിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് തീർത്താത്ത ഒരു വർക്ക് ഉണ്ടല്ലോ. പിന്നെ മറ്റുള്ളവർക്ക് അവർ കിട്ടണേ ഞാൻ ഇതിന് വിഷമിക്കണേ? ഞാൻ ഒരിക്കലും പണം കുറച്ച് ഒരിക്കലും കോമ്പീറ്റ് ചെയ്യില്ല. അവൻ അത്രേ ചാർജ് ഉള്ളൂ, എന്നാൽ ഇച്ചിരി കുറച്ചങ്ങ് ചെയ്യും. നോ, ദാറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് എന്തിന്? ഞാൻ അങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ നശിക്കണേ എന്തിന്? പിന്നെ കൃത്യസമയത്ത് പണം തരാത്ത ഒരു ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. 30 ദിവസമാണെങ്കിൽ 30, 15 ദിവസമാണെങ്കിൽ 15 ദിവസം, അതിനുള്ളിൽ പണം തന്നിരിക്കണം. തരില്ലാത്തവരാണ് അപ്പം കട്ട് ചെയ്യും. അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളാണ്. സാറിന് ഒരു ദിവസം എങ്ങനെയാണെന്ന് പറയാമോ? സാധാരണ ദിവസം സാധാരണഗതിയിൽ ഞാൻ 6 മണിക്ക് എഴുന്നേക്കുള്ളൂ. എത്ര മണി കിടക്കും? ഒരു 1 മണി കഴിയാതെ ഒരിക്കലും കിടക്കാൻ കഴിയാറില്ല. അങ്ങനെ കിടന്നാൽ ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും, അങ്ങേറ്റം വന്ന് 6 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റാൽ ഒരല്പം നേരം ഞാൻ ഒന്ന് തന്നെത്താൻ പ്രാർത്ഥിക്കും.
എഴുന്നേക്കുന്ന വഴി 2 ഗ്ലാസ് വെള്ളം കുടിക്കും. രാത്രി പല്ല് വെച്ചിട്ട് കിടന്നുറങ്ങുള്ളൂ. 1 മണിക്കൂർ എടുത്ത് പിന്നെ ഒന്നും ഭക്ഷണം കഴിക്കില്ല. കാലത്ത് എഴുന്നേറ്റല്ല പല്ല് തേക്കണേ. രാത്രി പല്ല് തേച്ചു കിടന്നാൽ പിന്നെ വായിലൊന്നുമില്ല. വെറുതെ 2 ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിക്കും. അല്പം നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനായി സമർപ്പിക്കുന്നു പറഞ്ഞു. എൻ്റെ കൈകൾ സമർപ്പിക്കുന്നു, എൻ്റെ കാലുകൾ സമർപ്പിക്കുന്നു, എൻ്റെ നാവ് സമർപ്പിക്കുന്നു. ദൈവമേ, അരുതാത്തൊന്നും സംസാരിക്കാതിരിക്കാൻ ദൈവമേ എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. എൻ്റെ കണ്ണ് അരുതാത്തൊന്നും കാണാൻ ഇടവരല്ലേ, എൻ്റെ ചെവി അരുതാത്ത് വേറെ ആരുടെയും കുറ്റം കേൾക്കാൻ ഇടവരല്ലേ, വേറെ അരുതാത്തൊന്നും കേൾക്കാൻ ഇടവരല്ലേ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ കുറച്ച് നേരം തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരം ബൈബിൾ വായിക്കും. അല്പം നേരം ഞാൻ എക്സസൈസ് ചെയ്യും. ഒരു ½ ആൻ അവർ, ചില ദിവസം 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും ഭാര്യ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് സാധാരണഗതിയിൽ ചില സമയത്ത് കുറച്ചിരുന്ന് വായിക്കും. അല്ലെങ്കിൽ ഫോണിൽ എന്തൊക്കെ മറുപടി പറയാണ്ട് എല്ലാം നോക്കും. അതെല്ലാം കഴിഞ്ഞ് ഒരു 9 മണിയോടെ ഓഫീസിൽ ചെല്ലും. ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ പഞ്ച് ചെയ്യും. ചില ദിവസം 9 മണിക്ക് ചെല്ലാറില്ല. പക്ഷേ അന്നേരം തലേദിവസം ചിലപ്പോൾ വന്നത് 3 മണിക്കായിരിക്കും രാത്രി. എന്ന് പറഞ്ഞാൽ ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങളോ സംഗതിയോ ഉണ്ടെങ്കിൽ ഞാൻ എന്നും ഒരു ടെക്നീഷ്യനാണ്. ഇന്നും ഞങ്ങളുടെ ഓഫീസിൽ എല്ലാ സംവിധാനവും ഉണ്ട്, CEO ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ എന്നും ഒരു ഡിസിപ്ലിൻ ടെക്നീഷ്യനായിട്ട് ഒരു ജീവനക്കാരനായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാലത്തെ ചെന്ന് കഴിഞ്ഞാൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലികളെല്ലാം തീർക്കാം. മിക്കവാറും ഞാൻ ആ വർക്ക് സ്റ്റേഷനിലായിരിക്കും. എനിക്ക് ഏതാനും ചില പല്ലുകൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അതുമാത്രം ഞാൻ അറ്റാച്ച്ഡാണ്. പിന്നെ രാത്രിയിൽ ചില ദിവസം 10 മണിയാകുമ്പോൾ വരും, ചിലപ്പോൾ 1 മണി വരെ. ഇന്നലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2:30 കഴിഞ്ഞ പിന്നെയാണ് ഓഫീസിൽ നിന്ന് വന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ഉണ്ടായിരുന്നു. ചെന്നൈയിലുള്ള ഒരു ഡോക്ടർ, വലിയൊരു കേസാണ്. അതെനിക്കൊന്ന് കാണാതെ പോരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു 3:10-നാണ് കിടന്നത്. പക്ഷേ ഞാനൊരു 6:30 ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ എൻ്റെ റൊട്ടീൻ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം സാറിൻ്റെ കാര്യത്തിൽ സാറിൻ്റെ ഹോബി, ലഹരി എല്ലാം ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് എങ്കിൽ ഇപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ് ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു കാര്യം? വായന എനിക്ക് ഇഷ്ടമുള്ളതാണ്. ആണോ? എന്ത് ടൈപ്പ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്? ഞാൻ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കും. പിന്നെ ബൈബിൾ വായിക്കും. ആത്മീയമായ പുസ്തകങ്ങൾ വായിക്കും. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും മറ്റേ കരയുന്ന വരെ മനുഷ്യരുണ്ടല്ലോ, ആരും അറിയാതെ പല സ്ഥലങ്ങളിൽ സന്ദർശിക്കും. ഈ അനാഥ കുഞ്ഞുങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോകും. ഹോസ്പിറ്റലിൽ പോകുന്ന എനിക്ക് സന്തോഷമാണ്. സന്തോഷം മീൻസ് അത് കാണുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നമ്മളെ തന്നെ ഒന്നോടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അങ്ങനെയൊരു അവസരം വരുമല്ലോ. യാത്രകളിൽ ഇപ്പോൾ നല്ല ബിസിനസ് ആവശ്യങ്ങളുള്ള യാത്ര അല്ലാത്ത കുടുംബസമേതമുള്ള യാത്രകളൊക്കെ ഉണ്ടോ? എന്തുകൊണ്ടും എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നും സന്ദർശിക്കുന്നതെന്ന് താല്പര്യമില്ല. ടൂറൊന്നും. ഞങ്ങൾ ആ വീട്ടിൽ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന് താല്പര്യം. ഒന്നാമത് അദ്ദേഹം ഒരു ഡെന്റൽ ടെക്നീഷ്യനാണ്. മുഴുവൻ സമയം എന്നേക്കാൾ മിടുപിടിക്കായിട്ട് എല്ലാ കാര്യം ചെയ്യുന്ന ആളാണ്. അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തിത്വം. എപ്പോഴും ചിരിച്ചോണ്ടാണ് സാർ ഇരിക്കുന്നത്? വഴക്കുണ്ടാക്കുമോ? ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും? ഒരിക്കലും ദേഷ്യപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും കാരണം വെച്ചാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ആരോടും ദേഷ്യപ്പെടാറില്ല കേട്ടോ. വല്ല കാരണത്തിലും ദേഷ്യം വന്നു കഴിഞ്ഞാലും വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ മൈക്കെടുത്ത് വെച്ച് അയ്യോ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ പോലും എനിക്ക് മടിയില്ല. ആരുടെ അടുത്തും ദേഷ്യം വെച്ചോണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകില്ല. ചിലപ്പോൾ ഒരിക്കലും ദേഷ്യം വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ വന്നതായിട്ട് അങ്ങനെ ചിന്തയൊന്നും ഓർമ്മയിലില്ല. എനിക്ക് തോന്നുന്നു സാറിൻ്റെ സക്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ എല്ലാം ഒരേ ചിരിച്ച മുഖവും ഭയങ്കര എനർജി എന്ന് പറയുന്നത് ശരിക്കും തീർച്ചയായിട്ടും. ഇപ്പം ഇന്നലെ തന്നെ 3 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളെങ്കിലും എനർജറ്റിക് ആയിട്ടിരിക്കുന്നു. പിന്നെ ഈ ജോലിയിൽ ഹരം കണ്ടെത്തുന്ന ആളാണെന്നുള്ളത് കൊണ്ട് സക്സസ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നുള്ള ഒരു സംശയമില്ല. എന്തായാലും നമ്മുടെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് വണ്ടികളാണല്ലോ. പക്ഷേ വണ്ടികളെ പറ്റി പറഞ്ഞപ്പോൾ ബെൻസ് ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾ ചെറുതായിട്ട് വണ്ടി കഴുകാനുള്ള സാധനമൊക്കെ തന്നുവിടാം. ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ്. എന്നിട്ട് സ്വന്തമായിട്ട് കഴുകണമെന്നില്ല കേട്ടോ, കഴുകുന്നതൊക്കെ കൊടുത്താൽ മതി. നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, അവർ നമുക്ക് തരുന്നതാണ്. ഈ മക്കളുടെ കാര്യത്തിലും ഈ ബെൻസിലേക്ക് ഒന്നും പോയിട്ടില്ല? മക്കള് ബെൻസിലും ഒരു മൂത്ത മോൻ 31 വയസ്സായി, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കണം ആലോചിച്ചുകൊണ്ടിരിക്കണുള്ളൂ. രണ്ടാമത്തെ മോൻ എൻ്റെ കൂടെയുണ്ട്. അവനാണ് മറ്റേ കമ്പനിയുടെ ഭാവിയിലേക്ക് അവൻ എൻ്റെ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നയാള്. അവൻ 7 വർഷമായിട്ട് UK ഡെന്റൽ ലാബ് തന്നെ, നമ്മുടെ ഡെന്റൽ ലാബ് തന്നെ നടത്തി സക്സസ്ഫുൾ ആയിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്തയാളാണ്. 7 വർഷം അവിടെയായിരുന്നു. ഇപ്പം അവൻ ഇന്റർനാഷണൽ ബിസിനസ് നോക്കുകയാണ്. 3ാമത്തെ ആളാണ് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയ കാര്യം പറഞ്ഞത്. 4ാമത്തെ കുഞ്ഞനാണ്, അവന് 18 വയസ്സായിട്ടുള്ളൂ. അവനിപ്പോൾ നീറ്റ് എഴുതിയിരിക്കുക, അവൻ ഡെന്റിസ്ട്രിക്ക് പോകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ പക്ഷേ ബെൻസ് വാങ്ങിപ്പിക്കും.
അവർ വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കും. വാങ്ങിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനായിട്ട് വാങ്ങിക്കില്ല. അവർക്ക് ഇഷ്ടം പോലെ അവരെന്തുവേണം ചെയ്തോട്ടെ. അവർക്ക് എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവര് നമ്മൾ ആദ്യം വെള്ളി സ്പൂണുമായിട്ട് സാർ ആദ്യം പറഞ്ഞു തുടങ്ങി. അവര് വെള്ളി കിണ്ണത്തിൽ സ്വർണ്ണ സ്പൂണുമായിട്ട് ജനിച്ചവരാണ്. ഞാൻ എല്ലാം കൺട്രോൾ ചെയ്താണെങ്കിലും ഉള്ളത് നമുക്ക് പാത്ത് വയ്ക്കുന്നതിനൊരു ഒരു മറച്ചു വയ്ക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞാൻ കരഞ്ഞും ദുരിതം അനുഭവിച്ചും ജീവിച്ച മനുഷ്യനായതുകൊണ്ട് എനിക്ക് കരയുന്ന മനുഷ്യരെ കാണുമ്പോൾ എൻ്റെ ഉള്ളു തകരും. മറ്റുള്ളവർ വേദന കാണുമ്പോൾ അവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ എനിക്ക് തോന്നും. അവരെ സംബന്ധിച്ച് അവർ കണ്ടു വളർന്നേക്കണം അതൊന്നും അല്ല. ഞാൻ പറഞ്ഞു കൊടുത്താലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും പരിധിയുണ്ട്. ശരിയാ, തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ ആ ഗിഫ്റ്റ് കൊടുത്താൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എറണാകുളത്തെ ഒരു പ്രമുഖ കാർ ഡീറ്റെയിലിംഗ് ഷോപ്പ് ഓഷോ നൽകുന്ന ഒരു ചെറിയ കാർ വാഷിംഗ് കിറ്റാണിത്. ഓക്കെ. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഇപ്പോൾ ഇവരുടെ ഓഫീസിലാണ് നമുക്ക് പല്ലൊക്കെയായിരിക്കും ഗിഫ്റ്റ് തരുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടോ? പല്ല് തന്നാ ഗുണമൊന്നും ചെയ്യില്ല, പല്ല് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ കീപ് ഗോയിങ്. എന്തായാലും ഈ പറഞ്ഞ പോലെ പബ്ലിക് ഇഷ്യൂവിലൊക്കെ പോവുകയും എല്ലാ സ്വപ്നങ്ങളും സഫലമാകുകയും ചെയ്യട്ടെ. സാറ് ഞങ്ങളുടെ ഷെയർ വാങ്ങിക്കാനും ഇവിടെ വരട്ടെ. തീർച്ചയായിട്ടും അത് ചെയ്യാം. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. താങ്ക് യു.